ഹെയർ പിൻ വളവാട്ടോ. അമ്മാനെ ശ്രദ്ധിക്കണേ, ഓടിച്ച് മോശമായി കിടക്കുവാണേ. ഇറങ്ങാം, ഞാൻ ഇറങ്ങാം. ഇറങ്ങാം ഇറങ്ങാം. അയ്യോ, അടുത്തൊന്നും ആരും ഇതുവഴി ഇറങ്ങി വരണ്ട കേട്ടോ. ഒന്നാമത് തെന്നലും ഉണ്ട്, പിന്നെ റോഡ് കിടക്കുന്നുണ്ടോ, എന്നാ കയറ്റം വന്നുണ്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വന്നാൽ മതി കേട്ടോ എല്ലാവരും. നല്ല കുഴിയാണ്. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആണ്, ശേലെല്ലാം വീണ് കിടക്കുക. അപ്പോൾ മഴയത്തൊക്കെ വരുന്നവർ ശ്രദ്ധിച്ച് വരണം കേട്ടോ. വരാതിരിക്കും നല്ലത്, അത് തന്നെ. ഇപ്പോൾ വരാതിരുന്നത് അത്യാവശ്യം ഇടങ്ങളിൽ വരാതിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് കൂട്ടിക്ക പഞ്ചായത്ത് 13-ാം വാർഡിലാണ് നിൽക്കുന്ന കേട്ടോ. ഇപ്പോൾ കപ്പളത്തിൻ്റെ എന്താ കൃഷിയാന്ന് തോന്നുന്നു. ഇല്ലേ, കപ്പളമുണ്ട്, ഫുള്ള് കപ്പളം കേട്ടോ, കപ്പളത്തോട്ടം. നമ്മൾ വർത്താനം പുതുവൽ അംഗൻവാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെല്ലീറ്റെന്ന് വരുന്ന റോഡാണ്. വെല്ലീറ്റെന്ന് വന്ന് നേരെ നമ്മളിത് വർത്താനം റോഡിൽ കയറി. വർത്താനം റോഡിൽ കയറിയുണ്ട് നേരെ വർത്താനം. നമ്മൾ വർത്താനം ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഇത് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ വെല്ലീറ്റ് വഴി നേരെ വർത്താനം വന്നതായിട്ടുണ്ട്. വർത്താനത്തെ ദുർഗാദേവി ക്ഷേത്രമാണ്, അതാണ് വന്ന വഴി. ഇത് നേരെ പോകുന്ന വർത്താനം ടൗണ്. ഇതുവഴി നേരെ മുണ്ടക്കയം പോവാം. നമ്മുടെ കൂട്ടിക്കലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കൂട്ടിക്കലോട്ട് പോകാൻ വേണ്ടി 3 വഴികളാണ് ഉള്ളത്. ഈ വർത്താനത്തിൽ നിന്ന് പോകുമ്പം നേരെ ചോരത്തരം വഴി ഇറങ്ങി നമ്മുടെ കൂട്ടിലേക്ക് വരാം. ഇതുവഴി പോയാൽ നെന്മേനി വഴി പോകാം. ഇതുവഴി നമ്മളിപ്പോൾ വന്ന വഴി വെല്ലീറ്റ് വഴി ഇറങ്ങിപ്പോവാം. TV-കോല കുടുക്കപ്പാറയുടെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി ഉണ്ടാവുക, അതുവഴിയും പോവാം. വർത്താനം ടൗൺ കേട്ടോ. അപ്പം നമ്മൾ വെല്ലീറ്റ് വഴി കയറി വന്ന 13-ാം വാർഡ്, കൂട്ടിക്ക പഞ്ചായത്തിന് 1-ാം വാർഡ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വർത്താനം വഴി ചോരത്തരത്തോട്ട് പോകുന്ന വഴിക്ക് ഇടത്ത് സൈഡിൽ നേരെ ഇതുവഴി ചോദിച്ചു പോകാം കേട്ടോ. ആനക്കുഴി അല്ലേ, ഊരക്കനാട് വഴി നേരെ ചോറ്റിക്ക് പോവാം. ഓർത്ത് വെച്ചോണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനക്കുഴിയിലാട്ടോ. ഇവിടെ കൊണ്ട് കൂട്ടിക്ക പഞ്ചായത്ത് തീരുവ. ഇതിൻ്റെ അപ്പുറത്തോട്ട് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത്. കേട്ടോ. നന്ദി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. സ്വാഗതം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത്. വർത്താനത്തിൻ്റെ ഹൃദയമാണ് ശരിക്കും സീ വ്യൂ കേട്ടോ. സീ വ്യൂ ഇതുവഴി കയറിപ്പോകുന്നതാണ്. സീ വ്യൂ എന്ന് പേര് വരാൻ കാരണം എൻ്റെ ഒരു അറിവനുസരിച്ച് ഇതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാലേ കടൽ കാണാം. കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു വട്ടം പോയപ്പോൾ കടലിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് കാണാൻ പറ്റുമായിരുന്നു. ഇത് പണ്ട് സെക്യൂരിറ്റി ഇരുന്ന ഒരു റൂമാണ്, അതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് സീ വ്യൂ കേട്ടോ. ഒരുപാട് കൃഷിയുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഭർത്താനംകാരുടെ ഒരു ഇഷ്ടം തോന്നുന്നതിനെ അറിയോ, മലയോര കർഷകർ, ഒരുപാട് കർഷകർ. ഇപ്പോൾ ജോജോ ചേട്ടനൊക്കെ ഉണ്ട് താഴെ. ജോജോ ചേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അതുപോലെ ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ കുരുമുളക് ന്യായമായിട്ട് കളിക്കുന്ന എല്ലാ കൃഷികളും നമ്മൾ ഭർത്താനംകാർക്ക് സ്വന്തം എന്ന് പറയാം. കർഷകരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഭർത്താനംകാർ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മളിന്ന് ഫോളോ ചെയ്തേക്കണേ.